ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ പെരുപ്പിച്ച് കാണരുത്. അതാണ് നമ്മൾ ഇന്നേ ദിവസം ധ്യാനിക്കുന്ന വിഷയം. പലപ്പോഴും ദൈവോന്മുഖരാകുന്ന മനുഷ്യർ ദൈവത്തെ ദൈവമായി കാണുവാനും ദൈവത്തെ ദൈവമായി അംഗീകരിക്കുവാനും പറ്റാതെ വരുമ്പോൾ പലർക്കും സംഭവിക്കുന്നതാണ് പ്രതിബന്ധങ്ങളെ പെരുപ്പിച്ച് കാണുക. ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മെ മനസ്സിലാക്കുന്ന, നമ്മെ അംഗീകരിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അവിടുന്ന് വാഗ്ദാനങ്ങളിൽ സുസ്ഥിരനാണ്. വാക്കുമാറാത്തൊരു ദൈവം നമുക്കുണ്ട്. എന്നാൽ പലപ്പോഴും ഹൃദയം ദൈവത്തിൽ നിന്നും പിന്തിരിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ പ്രതിബന്ധങ്ങളെ പെരുപ്പിച്ച് കണ്ടെന്ന് വരാം. അതിനൊരു ഉദാഹരണമാണ് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലെ മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും കാനാനിലേക്ക് കൊണ്ടുപോകുന്നു. കാനാൻ അടുക്കാറായപ്പോഴേക്കും ഒന്ന് ഉറ്റുനോക്കുവാനായിട്ട് അവരെ പറഞ്ഞു വിടുന്നു. ഓരോ ഗോത്രത്തിൽ നിന്ന് 12 പേരെ പറഞ്ഞു വിട്ടു. 12 പേരെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഇത് ചെയ്യാനാണ് പറഞ്ഞു തന്നത്. അതായത് നാട് ഏത് വിധത്തിലുള്ളതാണെന്നും അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ, അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ, അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ, അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടിയിട്ടുള്ള ഉറപ്പിച്ചതോ, ഭൂമി ഫലപുഷ്ടിയുള്ളതോ അല്ലാത്തതോ, വൃക്ഷസമ്പത്തുള്ളതോ ഇല്ലാത്തതോ എന്ന് പരിശോധിക്കണം. ധൈര്യം അവലംബിക്കുവിൻ. ആ ദേശത്ത് നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണം. മുന്തിരികൾ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു അത്. ഇവരവിടെ ചെന്നു എല്ലാം നിരീക്ഷിച്ചു. നമ്മളിവിടെ കാണുന്നത് 13-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. അവർ ഏഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരി കൊമ്പ് കുലയോടുകൂടെ മുറിച്ചെടുത്തു. 2 പേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ട് വരുന്നു. ഒരു കുല മുന്തിരി 2 പേര് ചുമന്നുകൊണ്ട് വരത്തക്ക രീതിയിലുള്ള വലിപ്പം. ഒപ്പം കുറേ മാതളവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു. മുന്തിരി അവർ മുറിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് അവർ മോശയുടെ മുൻപിൽ വന്നു പറയുകയാണ്, ഈ സ്ഥലം കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് തന്നിരിക്കുന്നതാണെന്ന്. മോശയുടെ ചുറ്റും കൂടി ജനത്തെ നിശബ്ദരാക്കിയിട്ട് ജോഷുവ, കാലബ് എന്നീ 2 പേര് അവിടെ കണ്ട സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കുവാനുള്ള ശക്തി നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ജോഷുവയും കാലബും കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുകയും അവിടെ കണ്ട ജനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായും ചില ധാരണകളുണ്ടാകുകയും അവർക്കറിയാം കർത്താവ് നമുക്ക് തരും. കാരണം കാനാൻ ദേശം സ്വന്തമാക്കാനാണ് കൊണ്ടുവരുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. എന്നാൽ അവരുടെ കൂടെയുള്ള 10 പേര്, ബാക്കി 10 പേര് പറഞ്ഞ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല, അവർ നമ്മളെക്കാൾ ശക്തന്മാരാണെന്ന് അവനോട് കൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കുവാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായകന്മാർ. നെഫിലിൽ നിന്നും വന്ന അനാക്കിൻ്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടില് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പ്രിയമുള്ളവരെ, കർത്താവ് എപ്പോഴവിടെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുപോകുന്നു വന്നപ്പോഴൊക്കെയും ഓരോ പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോഴും പിറുപിറുക്കുകയും മോശയ്ക്കും അഹറോനും എതിരായി പിറുപിറുക്കുക മാത്രമല്ല, പിന്തിരിയുന്ന കൊണ്ട് ചെയ്ത ഇസ്രായേൽ ജനത്തിന് മുമ്പിലാണ് ഉറ്റുനോക്കാൻ പോയ 12 നേതാക്കന്മാർ തിരിച്ചു വന്നിട്ട് 2 പേർ മാത്രം ദൈവമായ കർത്താവ് നമുക്ക് തന്ന ദേശം കീഴടക്കുവാനുള്ള ശക്തി നമുക്കുണ്ട്, നാം ശക്തരാണ് എന്ന് പറഞ്ഞുള്ളൂ. എന്നാൽ ബാക്കി 10 പേരും ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തോടു കൂടി ചേർന്ന് ഇളകി മറിയുന്ന ദൈവജനം, ആ ദൈവജനത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മോശ, അവസാനം ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു. കർത്താവ് പറയുന്നു, 40 ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് കാനാനിലെത്താനായിട്ട്. കർത്താവ് പറഞ്ഞു, തൻ്റെ വാഗ്ദാനങ്ങളെ അവിശ്വസിക്കുകയും തനിക്കെതിരെ തെറ്റായ ധാരണകൾ ജനങ്ങളിൽ പരത്തുകയും ചെയ്ത ആ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞ ശേഷം പറഞ്ഞു, ഇതിൽ 20 വയസ്സിന് മുകളിലുള്ള ഒരുവൻ പോലും കാനാൻ ദേശത്ത് എത്തുകയില്ല. എന്തെന്നാൽ അവർ എൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചില്ല, അവർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അവർ സ്വീകരിച്ചില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ 10 പേരോട് ചേർന്ന് പിറുപിറുത്ത ജനത്തിന് പറ്റിയ വിപത്ത് മറ്റൊന്നുമല്ല. ഒരു ദിവസത്തിന് 1 വർഷമെന്ന കണക്ക് 40 വർഷം ഇസ്രായേലിൻ്റെ യാത്ര വളരെ ദുർഘടമായി മാറുന്നു. മരുഭൂമിയിലുള്ള യാത്ര വർദ്ധിച്ചു. നാം ഇവിടെ കാണുന്നത് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാത്തത് മൂലം ഒരു വേദന തീരും മുമ്പേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന രീതിയിൽ വിഷമിക്കുന്ന ധാരാളം മനുഷ്യരെ കാണാം. ഒരു കാര്യം കിട്ടുമ്പോൾ സന്തോഷിക്കും. കണ്ടില്ലേ, കാനാൻ ദേശത്ത് നിന്ന്
അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോഴേ അവിടെ വെച്ച് തന്നെ കർത്താവ് 5-8 അത്ഭുതങ്ങൾ ചെയ്തു. നമുക്ക് കാണാൻ സാധിക്കും. വെട്ടുക്കിളികൾ ഈ വടി പാമ്പായി തീർന്നത് മുതൽ ഇതാ വെട്ടുക്കിളികൾ പെരുകുന്നു, പേൻ പെരുകുന്നു, തവളകൾ എന്ന് വേണ്ട 10 മഹാമാരികളാൽ ഈജിപ്തിനെ പീഡിപ്പിച്ച് കർത്താവ് ഇസ്രായേൽ ജനത്തിന് കൂടെ നിന്ന് വരുന്നു. ഓരോ സംഭവങ്ങളും കഴിയുമ്പോഴും ഈ ജനം പിറുപിറുക്കുകയാണ്. എവിടെ പ്രതിബന്ധമുണ്ടാകുന്നുവോ അപ്പോൾ പിറുപിറുക്കുന്നത് കാണാം. ഇതാ ചെങ്കടൽ ആർത്തിരമ്പെന്ന് ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നപ്പോഴേ മോശെ അവരോട് പറയുകയാണ്, എടുത്തു വെക്കൂ കാല്. അവർ പറഞ്ഞിടാ, ഈജിപ്തിൽ നദികൾ പോരാഞ്ഞിട്ടാണോ ഞങ്ങൾ ഈ ചെങ്കടലിൽ മുക്കിക്കൊല്ലാൻ പോകുന്നത്? അവിടെ പിറുപിറുത്തുകൊണ്ട് അവർ പുറകോട്ട് പോകുന്നൊരു ജനം. അവിടെ ചെന്നപ്പോൾ പടപേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തവും കുത്തിപ്പട എന്ന പോലെ ഇതാ ഫറവോടെ സൈന്യമാർ പിടിക്കാൻ വരുന്നു. അവിടെയും മരണം, ഇവിടെയും മരണം. എന്തുകൊണ്ട്? ദൈവം കൊടുത്ത വാഗ്ദാനത്തിൽ വിശ്വസിക്കാത്തൊരു ജനത. അവസാനം ഇതാ മോശ കൈനീട്ടി കടലിനെ അടിക്കുന്നു, കർത്താവ് ചെങ്കടലിനെ വറ്റിക്കുന്നു. കരയായി തീർന്ന ഭൂമിയിലൂടെ അവർ നടന്നു പോകുന്നു. അവരുടെ മധ്യേ കർത്താവിൻ്റെ മേഘദീപത്തൂണായി കർത്താവ് ഇതാ ഇറങ്ങി വന്ന് നിൽക്കുന്നു. ഈജിപ്തുകാരെയും ഇസ്രായേൽക്കാരെയും തമ്മിൽ വേർപെടുത്തിക്കൊണ്ട് മേഘം കറുപ്പിച്ച് കർത്താവ് അവരെ ഈജിപ്തുകാരിൽ നിന്നും മോചിപ്പിക്കുന്നു. അവരക്കരെ കടന്നപ്പോൾ ഈജിപ്തിലെ പടയാളികൾ കടലിൽ മുങ്ങി മരിച്ചത് നമുക്കറിയാമല്ലോ. മാത്രമല്ല എന്തെല്ലാം പ്രതിബന്ധങ്ങളാണ് ആ ജനം നേരിട്ടത്. അപ്പുറത്ത് കാലെടുത്ത് വെച്ചപ്പോഴേ ഇതാ മാറായിലെ ജലം കയ്ക്കുന്ന ജലമായി. അവിടെയും പിറുപിറുക്കാൻ തുടങ്ങി. എത്ര നല്ല വെള്ളമായിരുന്നു അവിടുത്തത്. ഇവിടെ ഇതാ കയ്പുള്ള വെള്ളം. അപ്പോഴേയും തടിക്കഷ്ണം വിട്ട് മതിരിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെയുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളിലൂടെയും ആ ജനത്തെ നയിച്ചെങ്കിലും അവസാനം 40 ദിവസം മാത്രം അവശേഷിക്കെ ഈ മോശയോടൊപ്പം നിന്ന നേതാക്കന്മാരിൽ 10 പേരാണ് അവർക്കെതിരായത്. പലപ്പോഴും നേതൃത്വത്തിലുള്ള ഒരു കുടുംബത്തിലൊരു അപ്പനായാലും കൊള്ളാം, ഒരു ഇടവകയിലൊരു വൈദികനായാലും കൊള്ളാം, സന്യാസ സഭയിലെ ശ്രേഷ്ഠനായാലും കൊള്ളാം, നേതാക്കന്മാർ പ്രതിബന്ധങ്ങളെ പെരുപ്പിച്ച് കാണുന്നിടത്ത് ജനം കൂടുതൽ കഷ്ടത അനുഭവിക്കേണ്ടി വരും. പല കുടുംബങ്ങളിലും മാതാപിതാക്കൾക്ക് ഒരു പ്രത്യാശയാർന്ന ദൈവിക വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാത്തത് മൂലം പലപ്പോഴും ഒരു വേദന തീരുമ്പോൾ ഓടി ഒരു ധ്യാനം കൂടുന്നു, കൺവെൻഷന് വരുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു, കുറേ കഴിയുമ്പോൾ പിന്നെയും വേദന വരുന്നു, ഓടുന്നു. ഇത് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, വാഗ്ദാനങ്ങൾ സുസ്ഥിരനായ കർത്താവിൽ ഉറച്ചു നിൽക്കേണ്ടവരാണ് നമ്മൾ. ഇത് എന്തുകൊണ്ടാണ് ജോഷയും കാലബും ഒഴിച്ച് ബാക്കി 10 പേരും, കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ദാസന്മാർ ജോഷയും കാലബും അവർ 2 പേരും മാത്രമേ കാനാൻ ദേശത്ത് എത്തൂ, പ്രായപൂർത്തിയായവരിൽ. നമ്മൾ പിന്നീട് കാണുന്നത് ഈ ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ജോഷുവ ജനങ്ങളെ ഉറ്റുനോക്കാൻ വിടുന്നു. അവിടുന്ന് 2 പേര് പോയി ഉറ്റുനോക്കി. അവിടെ ചെന്നപ്പോൾ ആഹാബ് എന്ന വേശ്യയാണ് കാണുന്നത്. അവളുടെ വീട്ടിലാണ് അവർക്ക് അഭയം കിട്ടിയത്. ഇവരവിടെ ചെന്നു വന്ന വാർത്ത അവിടുത്തെ രാജാവ് അറിയുന്നു. ഇവരെ പിടിക്കുവാനായി പട്ടാളക്കാർ വേശ്യയുടെ ഭവനത്തിലെത്തുന്നു. അവളവനെ ചാക്കുകെട്ടുകളുടെ ഇടയിൽ ഒളിപ്പിച്ച് അവരെ, ഇവിടെ ഒരാൾ വന്നിരുന്നു, ഇവിടെ ആരോ അപരിചിതരായിരുന്നു, എനിക്കറിയില്ല, അവർ പട്ടണവാതിൽ അടക്കുന്നതിന് മുമ്പ് കടന്നു കളഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പട്ടാളക്കാരെ തിരിച്ചുവിട്ട് അവരെ സംരക്ഷിക്കുന്നു അവൾ. അതിനുശേഷം അവൾ പറയുന്നുണ്ട്, നിങ്ങൾ ഈ രാജ്യം കീഴടക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവൾ പറയുകയാണ്, നിങ്ങൾ ചെങ്കടലിൽ നിങ്ങളുടെ ദൈവം നിങ്ങളോടുകൂടി നിന്ന് മരുഭൂമിയിൽ നിങ്ങൾ നയിച്ച കാര്യം ഞങ്ങൾക്കറിയാം. ചെങ്കടൽ വറ്റിച്ചത് കേട്ടപ്പോൾ തന്നെ ഒരു ദൈവം നിങ്ങളോടുകൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കേട്ട് ഈ മന്നന്മാരായ മനുഷ്യരെ ആത്മശക്തി ചോർന്ന് നിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും അവരെ കീഴടക്കത്തക്ക രീതിയിലാണ് അവരുടെ അവസ്ഥ. ഈ അവസ്ഥ തിരിച്ചറിഞ്ഞ ജോഷുവും കാലവുമാണ് അന്ന് ജനത്തോട് പറഞ്ഞത്, ഈ ദേശത്തെ കീഴടക്കാനുള്ള കഴിവ് നമുക്കുണ്ടെന്ന്. എന്നാൽ ബാക്കി 10 പേരും ആ പ്രതിബന്ധങ്ങളെ പെരുപ്പിച്ച് കാണിച്ചു. എന്താണ് അതിൻ്റെ പരിണിതഫലം? ഇതാ ജനം 40 വർഷം അസ്വസ്ഥമായി. ഞാൻ പറയുന്നത്, അവർ ചെന്ന് കണ്ട ദേശത്ത് നിന്നും തിരിച്ചു വന്ന് അവർ ജെറിക്കോ പട്ടണത്തിൻ്റെ പതനം നമുക്കറിയാം. 7 പ്രാവശ്യം സ്തുതിച്ചുകൊണ്ട് അവർ ചുറ്റിയപ്പോഴേ ഇതാ മതിലുകൾ അടർന്നു വീണു. ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ഭാവന രൂപത്തിൽ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. കാരണം ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തൊട്ട് കാർന്നവന്മാരെന്ന് പറയുന്ന മക്കൾ വരെ ഈ അവിടുന്ന് അവരോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ജനത്തിൻ്റെ ആത്മശക്തി ചോർന്നു പോയത് കാരണം അവരിതാ പട്ടണ മതിലുകൾ തകർത്ത് ഓടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ കീഴടക്കി ആ രാജ്യം സ്വന്തമാക്കി. പ്രിയമുള്ളവരെ, പ്രതിബന്ധങ്ങളെ ഒരിക്കലും നമുക്ക് പെരുപ്പിച്ച് കാണാൻ പാടില്ല. പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഇതിന് വലിയൊരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും. പ്രതിബന്ധങ്ങളെ പെരുപ്പിച്ച് കാണാത്ത ഒരു സംഭവം, അതായത് നമുക്ക് അപ്പോസ്തല പ്രവർത്തനം 27-ാമത്തെ അധ്യായത്തിലെ ഏതാണ്ട് 276 വ്യക്തികളോടൊത്ത്, തടവുകാരോടൊത്ത് യാത്ര ചെയ്യുന്ന പൗലോസ്, ആ പൗലോസിൻ്റെ കൈകൾ വിലങ്ങ് വെച്ചിരിക്കുകയാണ്. 2 കാലുകളും ചലിക്കാൻ പറ്റില്ല. കപ്പലിൽ കിടക്കുമ്പോൾ ആ കപ്പലിന് ഉണ്ടാകുന്ന കപ്പൽ നാശത്തെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. പൗലോസ് അവിടെ നിന്ന് പുറപ്പെട്ടപ്പോഴേ പറഞ്ഞു നമ്മൾ ആ നഗരത്തിൽ നിന്ന് പുറപ്പെടരുതെന്ന്. പക്ഷേ എങ്കിലും അവനെ കേട്ടില്ല. ശതാധിപൻ നേരെ കപ്പലുടമയെയും മറ്റൊരു കപ്പൽ ഉദ്യോഗസ്ഥരെയും പറഞ്ഞ് ധരിപ്പിച്ചു, ഇവിടെ നമുക്ക് പുറപ്പെടാൻ പറ്റിയ സമയമാണ്.
കപ്പൽ പുറപ്പെട്ടു, ഇതാ കൊടുങ്കാറ്റിലകപ്പെട്ടു, കപ്പലിൻ്റെ അണിയൻ തകർന്നു, അതിനേക്കാളുപരി ചരക്കുകളൊക്കെ താഴെ ഇറക്കി 14 ദിനരാത്രങ്ങൾ നിങ്ങൾ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് അവർ ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 14-ാമത്തെ ദിവസം പൗലോസ് പറയുകയാണ്, നിങ്ങൾ 14 ദിനരാത്രങ്ങളായില്ലേ ഭക്ഷണം കഴിക്കാതായിരുന്നിട്ട്? ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ ദൈവം ഒരു ദൈവദൂതനെ അയച്ച് എന്നോട് പറഞ്ഞിരുന്നു, നമ്മളാരും മരിക്കുകയില്ല, കപ്പലിന് പൂർണ്ണമായും നശിക്കും, പക്ഷെ നമ്മളുടെ ആർക്കും ജീവഹാനി സംഭവിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നഷ്ടധൈര്യരായിരിക്കാതെ ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പമെടുത്ത് ആശീർവദിച്ച് അദ്ദേഹം ഭക്ഷിച്ചു. അതിനുശേഷം അവരെ കൊണ്ടും ഭക്ഷണം കഴിപ്പിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത്, കപ്പൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കപ്പൽ ഒരു തീരത്തോട് അടുക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയോ അതിൽ നിന്ന് ബോട്ടുകൾ താഴെ ഇറക്കി. എപ്പോഴും പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ബോട്ടിൽ കയറിക്കഴിഞ്ഞാൽ ബാക്കി ഒരു മനുഷ്യൻ പോലും രക്ഷപ്പെടുകയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അവർ ആ ബോട്ടും കൂടെ മുറിച്ച് കളഞ്ഞു. പിന്നെ ആകപ്പാടുള്ളത് ഓടിക്കുവാനുള്ള പാവാണ്, അതും ആ തണ്ട് മുറിച്ച് കളഞ്ഞു. അവർ എല്ലാ ബന്ധവും വിച്ഛേദിച്ചു. എന്നിട്ടും പൗലോസ് നഷ്ടധൈര്യനാകാതെ ഇരുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് ഒരു മണൽത്തിട്ടയിൽ ഉറയ്ക്കുന്നതും അവരെല്ലാവരും രക്ഷപ്പെടുന്നതുമാണ്. ഞാൻ പറയുന്നത്, ഓട്ടുചങ്ങലകളാൽ ബന്ധിതനായി വെള്ളത്തിൽ എപ്പോൾ വേണമെങ്കിലും ആദ്യം കപ്പൽ നാശം സംഭവിച്ചാൽ ആദ്യം മരിക്കേണ്ട പൗലോസ് ആ ജനങ്ങളെ എത്രമാത്രം ധൈര്യപ്പെടുത്തി. എന്തുകൊണ്ട്? തമ്പുരാനിനെ ആശ്രയിച്ച് തമ്പുരാൻ്റെ സ്വരം ശ്രവിച്ചു പോകുന്ന ഏതൊരു വിശ്വാസിക്കും ഏത് ബന്ധനങ്ങളുടെ നടുവിലും ഏത് തടവിലായിരുന്നാലും അവിടെ അവനെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം കേട്ട് ഉറച്ചു നിൽക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോഴേ, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുകയാണ്, ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ഇടുക്കിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 1983 84 അവസാനം 85 അടുത്ത് വരെയാണ് ഞാൻ ആ സർക്കാർ ഓഫീസ് ജോലി ചെയ്തത്. 85 ഡിസംബർ വരെ പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു. അതിന് ശേഷമാണ് സർക്കാർ ഓഫീസിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ 85 ആദ്യ ഘട്ടത്തിൽ ആദ്യമായിട്ടൊരു 5 ദിവസത്തെ ധ്യാനത്തിന് പോയിട്ട് വന്നപ്പോഴേ അവിടെ ആകപ്പാടെ പ്രശ്നമായി. കാരണം ജോലി ആയിരിക്കുന്ന ഒരാൾ ധ്യാനിക്കാൻ പോയി എന്നുള്ളത് ഭയങ്കര വിഷയമായി. അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വന്ന സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലായി, ഇനി ഇവിടെ ജോലി തുടർന്നാൽ എനിക്ക് ഒരു കാരണവശാലും ഒരു ഏകസ്ഥനായി എനിക്ക് സുവിശേഷ വേലയിൽ നിലനിൽക്കാൻ പറ്റില്ലെന്ന് തോന്നി. ഞാൻ സാധാരണ 1974 ഒരു ഏകസ്ഥനായിട്ട് സമർപ്പിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ വളരെ അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ് എന്നൊരു ഉറപ്പ്. അത് ഞാൻ അഹങ്കാരം കൊണ്ടല്ല, പക്ഷേ അങ്ങനെ ഒരു കർത്താവിൽ ആശ്രയിച്ച് പോകുന്നതാണ് എൻ്റെ ഏകസ്ഥ ജീവിതത്തിൻ്റെ ബേസായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. എപ്പോഴും ദൈവപരിപാലനയിൽ മുന്നോട്ട് പോകുക, അതിനായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ ആ ആദർശത്തെയും ആശയത്തെയൊക്കെ വല്ലാതെ വേദനിപ്പിച്ച്. ഞാൻ നോക്കുമ്പോൾ കമ്പനിയിലുണ്ടായിരുന്ന കുട്ടികളിൽ തൊഴിലാളികളിൽ നിന്ന് തന്നെ 11ഓളം പേര് സിസ്റ്റേഴ്സാകാൻ പോയി. അതോടൊപ്പം തന്നെ വേറെ പലരും സുവിശേഷ സാക്ഷികളാകുവാൻ മാത്രം വളർന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി, ഇനി ഇവിടെ ഇവരോട് സുവിശേഷം പറഞ്ഞ് ഇവരോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെ നോക്കും? 4-5 വർഷമായി അവരോട് തന്നെ യേശുവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നൊരു മോചനം എനിക്ക് വേണമെന്ന് ഞാൻ ആദ്യമായിട്ട് ഈശോയോട് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ കിട്ടിയ വലിയൊരു ബോധ്യമായിരുന്നു, എനിക്ക് ഹൈ റേഞ്ചിൽ ജോലി തരുമെന്ന്, ഇടുക്കി സോണിലെ ജോലി തന്നുകൊള്ളാമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തു. ഞാൻ പറയും, അത് വളരെ ശക്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതിനുശേഷം ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ പോകുമ്പോൾ പറയും, എനിക്ക് കർത്താവ് ഇടുക്കി സോണിൽ ജോലി തരുമെന്ന് പറയും. മാത്രമല്ല, എവിടെയെങ്കിലും കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമായിരുന്നു. എന്നൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോഴും ഞാൻ അവിടെയൊക്കെ പറയും, എനിക്ക് ഇടുക്കി സോണിൽ കർത്താവ് ജോലി തരുമെന്ന്. അവസാനം 1985 ഡിസംബർ മാസം 26 മുതൽ നടന്ന ജീസസ് യൂത്ത് 85 എന്ന ആദ്യത്തെ ജീസസ് യൂത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള കൺവെൻഷൻ്റെ സംഘാടക സമിതി ഞാനുണ്ടായിരുന്നു. അവിടെ ഫുഡിൻ്റെ ചാർജ് എനിക്കായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെ പ്രസംഗിക്കാനും വർക്ക്ഷോപ്പിലുണ്ടായിരുന്നു. വർക്ക്ഷോപ്പ് ഷെയർ ചെയ്യണം, പിന്നെ പ്രസംഗിക്കാനും ഉണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങൾ അവിടെ നടക്കണം. വർക്ക്ഷോപ്പിന് വേണ്ടി ഞാൻ തൊഴിലാളികളുടെ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യേണ്ട ഞാനായിരുന്നു. അപ്പോൾ തൊഴിലാളികളുടെ വർക്ക്ഷോപ്പിൽ പങ്കുവെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 1985 ഇടുക്കി സോണിൽ എനിക്ക് ജോലി കിട്ടുമെന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. ഉടനെ അത് കോർഡിനേറ്റ് ചെയ്യുന്ന അച്ഛൻ എന്നെ വിളിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, തനിക്ക് വല്ല വട്ടുമുണ്ടോ? ഞാൻ പറഞ്ഞു, എന്താ വെച്ചാൽ? അല്ല, ഇന്ന് തീയതി എത്ര? ഇന്ന് തീയതി 26. താൻ എന്താണ് ഇവിടെ പറഞ്ഞത്? ഡിസംബർ മാസത്തിൽ തനിക്ക് ജോലി കിട്ടുമെന്ന്. ഇവിടെ മനുഷ്യൻ ഇനി 4 ദിവസമല്ലേ ഉള്ളൂ, തനിക്ക് വല്ല മെമ്മോയോ വല്ലതും വന്നിട്ടുണ്ടോ? പിന്നെ താൻ എന്ത് പണിയാണ് പറഞ്ഞത്? അപ്പോൾ ഞാൻ ഓടി അൽത്താരയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഇതുവരെ അങ്ങ് പറഞ്ഞതിന് ഞാൻ എതിരായി ചിന്തിക്കുന്നില്ല, ഇപ്പോഴും അങ്ങയുടെ സമയം പോയിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ വാക്കുമൂലം കർത്താവെ അങ്ങ് അവഹേളിതനാകരുത്. കാരണം അങ്ങ് പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്ന് ഈ ജനത്തിന് തോന്നരുത്. അങ്ങനെ ആകേണ്ടി വരികയാണെങ്കിൽ എന്നോട് പൊറുക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കമന്ന് കിടന്നൊരു പ്രാർത്ഥന തുടങ്ങി. വൈകിട്ട് രാത്രിയായപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ചേട്ടത്തിൻ്റെ മകൾ മരിച്ചു എന്നൊരു വാർത്ത അറിഞ്ഞു. എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ അനിയനെയും അമ്മാവൻ്റെ മോനെയും അവർ 2 പേരെയും കൂടെ കൂട്ടി പറഞ്ഞു വിട്ടു. അവരവിടെ ചെന്നിട്ട് രാത്രി തന്നെ ഇവിടെ ഓടി വന്നിരിക്കുന്നു. അച്ചായ, നമ്മുടെ അമ്മച്ചിക്ക് അറിയത്തില്ലായിരുന്നു, റേഷൻ കാർഡിനകത്ത് അച്ചായൻ ഇടുക്കിയിൽ ജോലിക്കുള്ള മെമ്മോ വന്നിട്ട് അത് അവിടെ വെച്ചിരിക്കുകയായിരുന്നു അമ്മച്ചി
എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറിയപ്പോഴേ വാക്കുമാറാത്ത കർത്താവ് ഇതാ എനിക്ക് ജോലി തന്നിരിക്കുന്നു ഇടുക്കിയിൽ. അതും കഴിഞ്ഞ് ഇറങ്ങി. ഞാനത് വായിച്ചു പോലും നോക്കിയില്ലായിരുന്നു. വായിച്ചു നോക്കിയപ്പോഴാണ് വെങ്ങല്ലൂർ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. വെങ്ങല്ലൂർ എന്ന് പറയുന്നത് അന്ന് കോതമംഗലം സോണാണ്. അപ്പോൾ ഞാൻ തമ്പുരാനെ എനിക്ക് ഇടുക്കി ജോലി തരാമെന്ന് പറഞ്ഞിട്ട്, ഇടുക്കി സോണിൽ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് വെങ്ങല്ലൂരാണല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. ആരോടും പറഞ്ഞില്ല, അത് ഉള്ളിൽ മാത്രം സൂക്ഷിച്ചു. പിന്നെ ഞാൻ എൻ്റെ ക്യാപ്റ്റനാണ് പരിസ്ഥിതി അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിനകത്ത് മാറ്റം വരുന്നതിന് എനിക്ക് വിഷമമുണ്ട്. ഞാൻ ദൈവരാജ്യത്തിൻ്റെ മകനാണ്, നിൻ്റെ കൊടിക്കഴി യുദ്ധം ചെയ്യുന്ന ആളാണ് ലോകത്തോടെ, അതുകൊണ്ട് എനിക്ക് ഇടുക്കിയിൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോയി തൊടുപുഴ ചെന്നു. വെങ്ങല്ലൂർ ഓഫീസിൽ ചെന്നു, ജില്ലാ ഓഫീസിലെ. അവിടെ ചെന്നപ്പോൾ പറയുകയാണ്, ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ പെണ്ണും ഒരു ബാപ്പായും കൂടെ വന്നിപ്പുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ പല തവണ വന്ന് സാറ് ജോലി ചെയ്യാൻ വരുന്നത് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടി 6ാമത്തെ തവണ വരിക. സാറ് വന്നിട്ട് സാറ് അനുവദിച്ചാലേ ഞങ്ങൾക്ക് പറ്റൂ. എന്താ പ്രശ്നം? ഇവൾക്ക് തൊടുപുഴയിലാണ്, ഇവൾക്ക് ഹൈ റേഞ്ച് ഇടുക്കിയിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ ഗർഭിണിയായിരിക്കുന്ന പെണ്ണിന് ഫീൽഡ് വർക്കിൽ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് സാറ് അനുവദിച്ചാലേ ഇവളെ അങ്ങോട്ട് വിടാനൊക്കത്തില്ല. സാറാണ് 4ാം റാങ്കുകാരൻ, ഇവൾ 5ാം റാങ്കുകാരിയാണ്. അതുകൊണ്ട് സാറ് അനുവദിച്ചാൽ ഇവൾക്ക് ഈ തൊടുപുഴയിൽ നിൽക്കാം, സാറിന് ഹൈ റേഞ്ചിലും പോകാം. ഞാൻ എനിക്ക് വളരെ സന്തോഷം. അങ്ങനെ വാക്കുമാറാത്ത കർത്താവ് എന്നെ ഹൈ റേഞ്ചിൽ സർക്കാർ ജോലിയിൽ പോസ്റ്റ് ചെയ്തു. ഞാനിത് പറയുന്നത് പല സന്ദർഭങ്ങളിലും കർത്താവ് ഇങ്ങനെ ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ, പ്രതിബന്ധങ്ങളെ നമ്മൾ പെരുപ്പിച്ച് കണ്ടാൽ പലപ്പോഴും നമുക്ക് സാധ്യമല്ലാതെ വരും പലതും. ഞാനിത് പറഞ്ഞു വരുന്നത്, ജീവിതത്തിലെ പല തലങ്ങളിലും പല മനുഷ്യരും ഇന്ന് പ്രതിബന്ധങ്ങളെ കാണുമ്പോഴേ കരഞ്ഞും പിഴിഞ്ഞു ഓടുന്നത് കാണാം. അതല്ല വേണ്ടത്. കർത്താവിൽ ആശ്രയിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാൻ, കർത്താവിനെ ഒന്ന് ശ്രവിക്കാൻ തയ്യാറായാൽ ഏത് പ്രതിബന്ധങ്ങളിലും നിരാശ കൂടാതെ പ്രത്യാശയോടെ നമുക്ക് നിൽക്കാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം. ആ വിശ്വാസം കയ്യിൽ മുതലായി തന്നതുകൊണ്ട് മാത്രമാണ് തീർച്ചയായിട്ടും അന്ന് അങ്ങനെ അത്രയും വലിയൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് പറയുവാനും ഇത് ഏറ്റുപറഞ്ഞ് അവരിൽ സമ്മതിപ്പിക്കാനും സാധിച്ചത്. ഇതുപോലെ പ്രതിബന്ധങ്ങളെ ആരൊക്കെ പെരുപ്പിച്ച് കണ്ടിട്ടുണ്ടോ അവരൊക്കെ അസ്വസ്ഥരായിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ പങ്കുവയ്ക്കാൻ വരുമ്പോഴേ അവർക്ക് യാതൊരു പ്രത്യാശയുമില്ല. ഞാനൊരിക്കൽ തോപ്പുംപടിക്കടുത്ത് ഒരു വീട്ടിലെ 2 ക്യാൻസർ പേഷ്യൻസ് ഒരേപോലത്തെ തന്നെ, 2 പേർക്കും ബ്രസ്റ്റ് ക്യാൻസർ, 2 പേരും ടീച്ചേഴ്സുമാണ്. ആദ്യത്തെ ആളൊരു നവീകരണ ധ്യാനക്കൂടി കൺവെൻഷനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ പൊന്ന് തങ്കച്ചായ, എന്നാലും ഇത്രയും നന്നായി പ്രാർത്ഥിച്ച് കാണുന്ന എനിക്കിത് വന്നല്ലോ. ഞാൻ പറഞ്ഞു, അമ്മച്ചി അങ്ങനെയല്ല, ഒരു രോഗം വരുമ്പോൾ നമ്മൾ പറയും ഇതെല്ലാം വന്നു എന്ന് കരയാണ്. എന്നിട്ടും അവർ പറയുകയാണ്, എൻ്റെ മകന് ജോലി കിട്ടിയിട്ട് 1 മാസത്തെ ശമ്പളം പോലും ഒന്ന് കൈപ്പറ്റുന്നത് കാണാൻ പറ്റില്ല. അവന് മെമ്മോ വന്ന് കിടപ്പുണ്ട്, പക്ഷെ അവൻ ജോലിയിലായിട്ടില്ല. അടുത്ത മാസമാണ് അവൻ ജോലിയിൽ കയറുന്നത്. 2ാമത്തെ മകൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക, അവൾക്കും ഒരു ജോലി ആയിട്ടില്ല. അവളുടെ വിവാഹം എങ്ങനെയാകുമെന്ന് അറിയില്ല. എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഏതായാലും ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ ഞാൻ പറയാം, അമ്മച്ചി മരിക്കുമെന്ന് പറഞ്ഞിരിക്കരുത്. കാരണം പ്രതിബന്ധങ്ങളെ നമ്മൾ പെരുപ്പിച്ച് കണ്ടാൽ തീർച്ചയായിട്ടും അത് വിപത്താണ്, കൂടുതൽ നമ്മൾ അകന്നു പോകും എന്ന് പറഞ്ഞ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മച്ചിയോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ അമ്മച്ചി അതൊന്നും പിടിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ നിന്നിട്ടും അവർ പിന്നെ ഉത്കണ്ഠയോ ആകുലതയോട് നിൽക്കുക. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഞാൻ അടുത്ത വീട്ടിലേക്ക് പോയി. അതും ടീച്ചർ തന്നെ, അതും ഈ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ. അവിടെ ചെന്നപ്പോഴേ ആ അമ്മച്ചി ഒരു ലീജൻ ഓഫ് മേരി അംഗമാണ്. അവർ വലുതായിട്ടൊന്നും ഒരു ധ്യാനമൊക്കെ കൂടിയിട്ടേ ഉള്ളൂ. പക്ഷേ അമ്മച്ചി ലീജൻ ഓഫ് മേരി അംഗങ്ങളുടെ പ്രത്യേകത ഇതാണ്, അവർ ലോകത്തോട് വരുന്ന നശീകരണ ശക്തികൾക്കുമെതിരായി തിരുസഭ നടത്തുന്ന സമരത്തിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നവരെന്നാണ് അതിൻ്റെ ആപ്തവാക്യം. അതാണ് അതനുസരിച്ച് പോകുന്നത് ചേച്ചിയാണ്. ചേച്ചി പറയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾ 8 വയസ്സും ഒരാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂന്നാമത്തെ ആൾ 8 വയസ്സുള്ള ആളാണ്, നടുക്കുള്ളവർ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും തീരും വെള്ളത്തിലൊന്നും പോകത്തില്ലല്ലോ. നമ്മുടെ ഭവനം സ്വർഗരാജ്യമല്ലേ, ഞാൻ പോകാൻ റെഡിയാണ് തങ്കച്ച. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് പരിപാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നോക്കണം, പ്രതിബന്ധങ്ങൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അതൊരു പ്രതിസന്ധിയായിട്ട് അവർക്ക് തോന്നുന്നേയില്ല. വളരെ സന്തോഷത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. ഞാൻ പറയും, 2ാമത് പോയ ചേച്ചി ഇപ്പോഴും രോഗം മാറി, ഇപ്പോഴേ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, റേഡിയേഷനൊക്കെ അടിച്ചു, എല്ലാം വളരെ സൗഖ്യപ്പെട്ട് അവരിപ്പോഴും സ്കൂളിൽ ജോലി ചെയ്യുന്നു. ആദ്യത്തെ പാർട്ടിയുടെ ശവടക്കം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഞാൻ പറയുന്നത്, പ്രതിബന്ധങ്ങളെ പെരുപ്പിച്ച് കണ്ടിട്ടുള്ള പലർക്കും ഇത് തന്നെ സംഭവിക്കാറുണ്ട്. നമ്മുടെ പല രോഗങ്ങളിലും പല പ്രശ്നങ്ങളിലും പ്രത്യുത്തരം കാണാൻ സാധിക്കാത്തത് നമ്മൾ പ്രതിബന്ധങ്ങളെ പെരുപ്പിച്ചു കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രതിബന്ധങ്ങളെ പെരുപ്പിച്ച് കാണുക എന്ന് പറയുന്നത്? നമ്മൾ പലപ്പോഴും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 40ാം അധ്യായത്തിലെ ഒരു വാക്യമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, കർത്താവിൽ ആശ്രയിക്കുന്ന വ്യക്തികളുടെ അവസ്ഥ, കർത്താവിൽ ആശ്രയിക്കാതെ പ്രതിബന്ധങ്ങളെ പെരുപ്പിച്ച് കാണുന്ന രീതികൾ. യെശയ്യാ 40 ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്കറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ആരംഭം മുതൽക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ, ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങിയിട്ട് അവിടെ നിന്ന് അവസാനം പറയുകയാണ്. അത് 12ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്,
കൈക്കുമ്പിളിൽ ആഴിയെ അളക്കുകയും ആകാശവിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവൻ ആരാണ്? കർത്താവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറയുന്ന ഭാഗത്ത് അവസാനം 27-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, യാക്കോബേ, ഇസ്രായേലെ, എൻ്റെ വഴികൾ കർത്താവിൽ നിന്നും മറഞ്ഞിരിക്കുന്നു, എൻ്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ചെയ്യുകയില്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവൻ അവിടുന്ന് ബലം പകരുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീണേക്കാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവൻ ഓടിയാൽ ക്ഷീണിക്കുകയോ നടന്നാൽ തളരുകയോ ചെയ്യുകയില്ല. പ്രിയമുള്ളവരെ, പ്രതിബന്ധങ്ങളുടെ നടുവിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവാനും ഓടിയാൽ ക്ഷീണിക്കാതിരിക്കാനും നടന്ന് ബലക്ഷയമെന്ന് തോന്നുമ്പോൾ ബലം പകരുന്ന കർത്താവിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിബന്ധങ്ങളെ പെരുപ്പിച്ച് കാണാതെ മുന്നോട്ട് പോകുവാൻ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കൊരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളിലും പ്രതിസന്ധികളിലും കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ ശക്തിയും അംഗീകരിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നൊരു മക്കളായി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും ഞങ്ങളെപ്പോഴും അത് പെരുപ്പിച്ച് കണ്ട് ആകുലരാകുമ്പോൾ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ആകുലപ്പെടരുത്. വസ്ത്രമില്ലെങ്കിൽ നിങ്ങൾ ആകുലപ്പെടരുത്, ഭക്ഷണമില്ലെങ്കിൽ നിങ്ങൾ ആകുലപ്പെടരുത്. എന്തെന്നാൽ വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ നൂൽക്കുന്നില്ല, നെയ്യുന്നില്ല, സോളമൻ പോലും അവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതരായിരുന്നില്ല. അല്പവിശ്വാസികളെ, ഇന്ന് വയലിൽ നിൽക്കുന്നതും നാളെ തീയിലെറിയുന്നതുമായ പുല്ലിനെ ഇപ്രകാരം നിങ്ങളുടെ പിതാവ് അലങ്കരിക്കുന്നുവെങ്കിൽ നിങ്ങളെ എത്ര അധികമായി അവിടെ നിന്ന് അലങ്കരിക്കാതിരിക്കുകയില്ല. അതുപോലെ തന്നെ ഭക്ഷണമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാകുലപ്പെടണം? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. അല്പവിശ്വാസികളെ, ഈ പക്ഷികളെ ഇപ്രകാരം തീറ്റിപ്പോറ്റുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ എത്ര അധികമായി തീറ്റിപ്പോറ്റാതിരിക്കുകയില്ല. ആയതിനാൽ അതാത് ദിവസത്തിൻ്റെ ഉത്കണ്ഠ മാത്രം മതി. നാളത്തെ ദിവസം നാളെക്കുറിച്ച് ചിന്തിച്ചുകൊള്ളൂ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർത്ത് നൽകപ്പെടും. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ ഭരണത്തിന് കീഴിലാകുവാനും ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ജീവിതത്തിൽ അലട്ടുന്ന പ്രശ്നങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ഭരണത്തിനായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.